ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം ഈ ഒരു റീഡിംഗ് കണ്ടാൽ മതി. ഇവിടെ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പേഴ്സണെയാണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ്. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളോടുള്ള ഫീലിങ്സിന് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. റീഡിങ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറയാം, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആദ്യമേ നോക്കാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം തുടരണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഹൃദയം തുറന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രത്യക്ഷമായി നിങ്ങളോടുള്ള പ്രണയം എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് നിറഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും അതിനൊപ്പം വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ ഈ വ്യക്തിക്ക് ഒരുപാട് വേദനകളാണ് സമ്മാനിച്ചത്. നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിച്ച് പോയ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അന്ന് നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി പാസ്റ്റിനെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആയ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വളരെയധികം ക്ഷീണിതനാണ്, വളരെയധികം ലോ എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. എന്നാലും ഈ ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുകയാണ്, പിന്മാറാനായിട്ട് തയ്യാറല്ല. ഇനിയും വേദനിക്കേണ്ടി വരുമോ എന്ന് നിങ്ങളുടെ വ്യക്തി വളരെയധികം ഭയക്കുന്നു. നിങ്ങളോട് ഇമോഷണലി അടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ ജാഗ്രതയോട് കൂടിയിട്ട് നിൽക്കുകയാണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും,
നിങ്ങൾ വേദനിപ്പിക്കുമോ എന്നുള്ളതൊക്കെ ഓർത്ത് ഈ ഒരു വ്യക്തി വളരെയധികം ഭയക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബോൾഡ് ആക്ഷൻ എടുക്കാനായിട്ട് ഭയന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തി ഒരു സെക്കൻഡ് ചാൻസ് ആണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമൊത്തുള്ള ഭാവിയെക്കുറിച്ച് ഓർത്ത് വളരെയധികം പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നു ഈ ഒരു സമയം. അതുപോലെ തന്നെ സ്വയം തിരുത്താനായിട്ട് തയ്യാറാകുന്നു. നിങ്ങളുടെ ബന്ധം പുനർനിർമ്മിക്കാനായിട്ട് തയ്യാറാകുന്നു. നിലവിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് കപ്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഇതൊരു റീയൂണിയൻ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും കാണാനും ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ്റെ ടൈമൊക്കെ ഓർക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി വളരെയധികം വിഷമം അനുഭവിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ തിരികെ വന്നു കഴിഞ്ഞാൽ അല്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നോർത്ത് ഈ ഒരു വ്യക്തി ഭയക്കുന്നതും കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സ്പ്രെഡ് വളരെയധികം പോസിറ്റീവായിരുന്നു. നമുക്കിനിയും തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന തേർഡ് പാർട്ടിയുടെ എനർജിയാണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജി ആകാം. അവർ ഒറ്റയ്ക്കാണെങ്കിലും വളരെയധികം ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാകാം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയിൽ അട്രാക്റ്റഡ് ആയി പോയത്. പക്ഷെ അവർ തമ്മിൽ ഡീപ്പ് ഇമോഷണൽ ബോണ്ട് ഇല്ല, മറിച്ച് അവർ തമ്മിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമായിരിക്കാം ഉള്ളത്. അങ്ങനെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാകുന്നത്. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പേരിലായിരിക്കാം. പക്ഷെ നിലവിൽ നമ്മൾ കറണ്ട് എനർജി എടുത്ത സമയത്ത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു തൃപ്തിയില്ലായ്മയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളുടെ വ്യക്തി ഒട്ടും സന്തോഷവാനല്ല, അല്ലെ സന്തോഷവതിയല്ല. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു അൺഹെൽത്തി ബോണ്ടാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ളത്. വളരെയധികം ടോക്സിക് ലെവലിലേക്ക് ഈ ഒരു ബന്ധം മാറിയതായിട്ട് കാണുന്നു. തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നു താൻ പൂർണ്ണമായും ട്രാപ്പായി പോയിരിക്കുന്നു എന്നുള്ള ആ ഒരു തോട്ടിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു ഇത് സ്നേഹമല്ല, ബന്ധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി വളരെയധികം വിഷമമാണ് ഈ ഒരു സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയോട് ഇമോഷണലി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഓപ്പൺ ആകുന്നില്ല. കാരണം അധികം ഇമോഷണലായി പോയാൽ കൺട്രോൾ നഷ്ടപ്പെടും എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. കാരണം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു താൻ വിചാരിച്ചതുപോലെയൊന്നും അല്ലായിരുന്നു. സ്നേഹമൊക്കെ അഭിനയിച്ച് തന്നെ ഇവിടെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് മനസ്സ് തുറക്കാൻ ഭയന്ന് നിൽക്കുകയാണ്. കാരണം ഇമോഷണലി ഓപ്പൺ ആയാൽ തനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ചിന്തയിൽ എല്ലാം അടക്കി വെച്ചിരിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി. എന്തായാലും നിങ്ങളുടെ വ്യക്തി വളരെയധികം ചിന്തയിലാണ്. ഈ ബന്ധത്തിൽ തുടരണോ ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറണോ എന്നുള്ള ഒരു വഴിത്തിരിവിലാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളിലേക്ക് വരാൻ വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഘട്ടത്തിലാണ്. കാര്യങ്ങൾ പല രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണ്. അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ലോങ് ടേമിൽ വർക്ക് ചെയ്യുമോ, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിൽ ചിന്തിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒരു കൈയിൽ തേർഡ് പാർട്ടി, മറ്റൊരു കൈയിൽ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആളൊരു ക്രോസ് റോഡിലാണ്.
ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇമോഷണലി അല്ല ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്, ലോജിക്കലി ആണ്. നിങ്ങളുടെ വ്യക്തി സത്യത്തെ കാണാനായിട്ട് ശ്രമിക്കുന്നു. തേർഡ് പാർട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കുറച്ചിരിക്കാം, ഇമോഷണൽ ഇൻറ്റിമസി കുറച്ചിരിക്കാം, അതുപോലെ ഇമോഷണൽ ബൗണ്ടറീസ് ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ടാകാം. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് എടുക്കാനായിട്ട് പോകുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി എടുത്ത സ്പ്രെഡ് വളരെയധികം പോസിറ്റീവാണ്, റീയൂണിയൻ പോസിബിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. തന്നെയല്ല ആ ഒരു വ്യക്തി ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുമുണ്ട്. പക്ഷെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിലവിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ഒരു പേഴ്സൺ എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ചിന്തിച്ച് ലോജിക്കലി ഒരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പം വൈകാതെ ഈ ഒരു വ്യക്തി ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. എന്തായാലും ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ലോങ് ടേമിൽ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഈ ഒരു സമയത്താണ് ആ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് അല്ലെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, അതുകൊണ്ട് തന്നെ സത്യത്തെ കാണാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.